PFI ഭീകരവാദ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികൾക്കായി അന്വേഷണം ഊർജിതമാക്കി NIA ലുക്കൌട്ട് സർക്കുലറിൽ ഉണ്ടായിരുന്ന 6 പേരിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. അറസ്റ്റിലായ മൊയ്തീൻകുട്ടി, മുഹമ്മദ് യാസർ അറാഫത്ത് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഒളിവിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചേക്കും. പറവൂർ മുപ്പതടം സ്വദേശി അബ്ദുൽ വഹാബ്, പട്ടാമ്പി സ്വദേശികളായ മുഹമ്മദ് മൻസൂർ, അബ്ദുൽ റഷീദ്, എടവനക്കാട് സ്വദേശി അയൂബ് ടി എന്നിവരാണ് ഇനിയും പിടിയിലാകാനുള്ളത്. അബ്ദുൽ വഹാബിനെയും അബ്ദുൽ റഷീദിനെയും അയൂബിനെയും കണ്ടെത്തുന്നവർക്ക് 7 ലക്ഷം രൂപയായിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചത്. PFIയുടെ ആയുധ പരിശീലകൻ മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടിയെ കഴിഞ്ഞയാഴ്ചയാണ് NIA അറസ്റ്റ് ചെയ്തിരുന്നത്. മൊയ്തീൻകുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർക്ക് NIA 7 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. PFI അംഗവും കായിക ആയുധ പരിശീലന വിങ്ങിന്റെ കോർഡിനേറ്ററുമായിരുന്നു. അധ്യാപകന്റെ കൈവെട്ടി കേസിലും പ്രതിയായിരുന്ന മൊയ്തീൻകുട്ടി PFI കേസിലെ 70-ാം പ്രതിയാണ്. ഇന്നലെ കോടതിയിൽ കീഴടങ്ങിയ ആലുവ നീറിക്കോട് സ്വദേശി മുഹമ്മദ് യാസർ അറാഫത്തും PFI രാജ്യവിരുദ്ധ പ്രവർത്തന ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടയാളാണ്. പ്രതികളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡുകളിൽ NIA നിരവധി ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു. ജനം, കൊച്ചി.